അത് അവന് കൊടുക്കുവാണോടാ നീ? അത് അവന് കൊടുക്കണ്ട, നിനക്ക് കളിക്കാൻ തന്നെയല്ലേ. പിന്നെ ഷെയറിങ് സ്കെയറിങ്. ഓ എനിക്കും തരിക. അപ്പൊ ഗൈസ്, നമ്മൾ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാനായിട്ടാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഇസുക്കുട്ടന്റെ സർജറിയാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ഉടനെ ചെയ്യുമെന്ന്. അപ്പൊ ആ സർജറിയാണ് ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രിയിലായിരിക്കും. അപ്പൊ ഞങ്ങൾ പറയുമ്പോൾ തന്നെ അറിയാലോ, ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. സംഭവം നമ്മുടെ ചക്കരക്കുട്ടിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നിങ്ങളുടെയും ആണ്. അപ്പോൾ നല്ല പേടിയുണ്ട്. സംഭവം പേടിക്കാനൊന്നുമില്ല, ചെറിയൊരു സർജറി ആണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ ഫീമെയിൽ ഡോഗ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ നമുക്ക് ഭയങ്കര പേടിയാണ്. അപ്പോ അധികം ഇതൊന്നുമില്ല, ചെറിയൊരു സർജറി എന്നാ പറഞ്ഞേ. ഒരു ഹാഫ് ടു 1 hour ഒക്കെ എടുക്കുള്ളൂ സർജറിക്ക്. അനസ്തേഷ്യ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൺസൾട്ടും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് നോക്കേണ്ടി വരും. പിന്നെ നമ്മൾ നോക്കുമ്പോ ഇവക്ക് ഈ 25th 3 വയസ്സാവും. അപ്പൊ ഇനിയും നമ്മൾ ലേറ്റ് ആകുന്നത് ഓക്കെ അല്ല. പിന്നെ ഇവൻ കുറച്ചും കൂടി വലുതായ, 1 വർഷം കൂടെ കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചാൽ ഇവൻ കുറച്ചും കൂടി വലുതായാല് അവളെ ചിലപ്പോൾ ഡിസ്റ്റർബ് ചെയ്താലോ, അവളെ സർജറി ഒക്കെ കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇവൻ പോയി ഡിസ്റ്റർബ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ, ജസ്റ്റ് ഒന്ന് കണ്ണു തെറ്റിയാല്. അപ്പൊ അവളുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള എന്തോ അതേ നമ്മൾ ചെയ്യത്തുള്ളൂ. പിന്നെ ബ്രീഡിംഗ് ഒന്നും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്തതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ഇത് ചെയ്യുന്നതാണ് നല്ലത്. കുറച്ചു മുമ്പ് ചെയ്യണം. പിന്നെ നമ്മള് ഇതിനും കൂടി ഇച്ചിരി ഒന്നായിട്ട് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു. മാത്രമല്ലേ ഉള്ളൂ എല്ലാം ഡീൽ ചെയ്യാനായിട്ട് നമുക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ഇപ്പൊ എല്ലാം തീരുമാനിച്ച് ഫിക്സ് ചെയ്തു. വെള്ള ബ്ലഡ് ഇപ്പൊ വന്ന് ഡോക്ടർ വന്നിരുന്നു കുറച്ചു മുമ്പ്. അപ്പോഴും ഡോക്ടർ വന്ന് ബ്ലഡ് എടുത്തിട്ട് പോയി. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വലിച്ച് കൊണ്ടായിടല്ലേ ഇത് കൂട്ടാം. അപ്പൊ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ബ്ലഡ് ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ട്യൂസ്ഡേ തന്നെ സർജറി കാണും. ഞങ്ങളെല്ലാവരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളെ അപ്ഡേറ്റ് അറിയിക്കാം. കുറച്ച് 6-7 മണിക്കൂർ ഇല്ലേ, 6-7 മണിക്കൂറത്തേക്ക് ആ ഒരു അനസ്തേഷ്യയുടെ ഹാങ് ഓവറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനൊന്നും കാണാൻ ഞങ്ങൾക്ക് വായിക്കുക സത്യം പറഞ്ഞ. പിന്നെന്താ പിന്നെ ആലി, പിന്നെ ഇവള് നക്കാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മള് കോളർ വേണം, കോളർ മേടിക്കുന്നുണ്ട്. പിന്നെ ആലിയെ സൂക്ഷിക്കണം, കാരണം ആലി ചെന്നിട്ട് പോയിട്ട് മുറിവിൽ നക്കാനുള്ള കാര്യങ്ങളും, പിന്നെ ഇവളിങ്ങനെ ഇരിക്കുമ്പോ ആലി എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് നമുക്ക് അറിയില്ല. അപ്പൊ ഇവള് അധികം ചാടാനും ചെയ്യാനൊന്നും പാടില്ല. നടക്കാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചാടരുത്, ഒരുപാട് ഹൈറ്റിൽ നിന്ന് ചാടുകയോ ചെയ്യും, അങ്ങനത്തെ പരിപാടി ഒന്നും പോകരുത്. പരിചയമുണ്ട് ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ വരുന്ന ഡോക്ടർ. അപ്പൊ അങ്ങനെയൊക്കെ പറയണോ? പറഞ്ഞോ. അങ്ങനെ അപ്പൊ ഇവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഇവള് ചാടി സെറ്റിയിലൊക്കെ വലിഞ്ഞേറി അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ഉണ്ട് കേട്ടോ, ചൂടെടുക്കുന്നു കേട്ടോ, അതാണ് താഴെ കിടക്കുന്നത് ചൂട്. പിന്നെന്താ, പിന്നെ വേണ്ട ഇവളെ കുത്താൻ പോയപ്പോ ഇവൻ ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. എന്തൊക്കെയാ കുത്താണ്ടിരിക്കാനായിട്ട്. എന്നിട്ട് ഡോക്ടർ വന്ന് ഇവന്റെ അടുത്തേക്ക് വന്ന് നിന്നപ്പോ ഒരു ചാടി കയറി പിടിച്ച് ഡോക്ടറിന്റെ കയ്യിലും കയറി പിടിച്ചു. സ്നേഹമായിട്ടാ പിടിച്ചേ. എന്നാലും ഐദുവിനെ തൊടുമ്പോ ഒരു ഇതുണ്ട്. ഒരുത്ത ഇതൊന്നും അറിയാതെ എവിടെ പോയിരിക്കുകയാണ്. അതെ, വർത്താനം പറയുന്നില്ലേ. അപ്പോ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അറിയിക്കാം. ഒന്നും നമുക്ക് ലേറ്റ് ആക്കിയിട്ട് പിന്നെ അങ്ങനെ പറയില്ല. നിങ്ങളും ഞങ്ങളെ പോലെ തന്നെ ഇതായിട്ടിരിക്കുന്നതായിരിക്കും. നമുക്കറിയാം ഐസുവിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ. അപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം, അധികം ലേറ്റ് ഒന്നും ആവാണ്ട്. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഞങ്ങളെല്ലാരും ടെൻഷനാണ് കുറച്ച്. ഈവെന്തോ ചെറുതാണെങ്കിലും നമ്മുടെ മോളാവുമ്പോ ഇപ്പം തന്നെ ഒരു ഓൾമോസ്റ്റ് ഒരു 10 വട്ടം ഡോക്ടറെ അടുത്ത് കുഴപ്പമൊന്നും ചോദിച്ചു കാണും. അങ്ങനെ പിന്നെ ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കാൻ നേരം തന്നെ ഇച്ചിരി പാടായിരുന്നു. അവിടെ ബ്ലഡ് ഇഞ്ചക്ഷൻ അല്ല, ബ്ലഡ് എടുക്കാനായിട്ട് വേണ്ടിട്ട് തന്നെ കുറച്ച് പാടായിരുന്നു. കാലിന്റെ എല്ലിന്റെ അവിടെ നിന്നാണല്ലോ ബ്ലഡ് എടുക്കുന്നത്. പിന്നെ ഞാനിങ്ങനെ ചേർത്ത് പിടിച്ച് ഇവള് കാലിലും പിടിച്ച് അങ്ങനെയായിട്ട് എടുത്തത്. എനിക്ക് ഇഞ്ചക്ഷൻ കുത്തുമ്പോ തന്നെ ഞാൻ അങ്ങോട്ട് നോക്കാറില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് അവളുടെ കാലിൽ പിടിച്ച് വലിച്ചു കൊടുത്തത്. പക്ഷെ കുത്തിയപ്പം പ്രശ്നം അവൾ അടങ്ങിയിരുന്നു. അവളങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ല, കുത്തുവിട്ട് ശീലമാണ്. പക്ഷെ എന്നാലും കാല് വലിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ വെച്ചിട്ട് ശ്രദ്ധിച്ചൊക്കെ എന്നാലും കുഴപ്പമില്ല, ബ്ലഡ് എടുത്തിട്ട് പോയി. അപ്പൊ എല്ലാം ഓക്കെ ആണെങ്കിൽ അപ്പം ട്യൂസ്ഡേ 7 മണിയാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പം കുറച്ച് അങ്ങോട്ടും ലേറ്റ് ആവും. അപ്പം എന്തായാലും ബാക്കി കാര്യങ്ങൾ നമ്മളപ്പോ അറിയിക്കാം. അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഓൾറെഡി ഫീമെയിൽ നിങ്ങളുടെ പെറ്റിനെ അല്ല മക്കളെ സ്റ്റെറിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കണേ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ ഒന്ന് അറിയാനായിട്ട് ഒരു ക്യൂരിയോസിറ്റി.
അതെ, അപ്പം അങ്ങനെ ഉള്ളെന്നുണ്ടല്ലോ അവർക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ ഒന്ന് അറിയിച്ചാൽ കൊള്ളാം. കാരണം ഞങ്ങൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡാഡ പറഞ്ഞിട്ടുണ്ട്. ഇസു ആലിയും ഇവിടെ ഉണ്ടായിരുന്നു തുടങ്ങിയപ്പോൾ ഇപ്പൊ ഇറങ്ങിപ്പോയത്. ഇവിടെ ഇരിപ്പുണ്ട്, കിടക്കുവാണ്. ഒരു ഇഞ്ചക്ഷൻ കിട്ടിയതിന്റെ ക്ഷീണമൊന്നും അല്ല കേട്ടോ, ബ്ലഡ് എടുത്ത് പോയതിന്റെ ക്ഷീണമൊന്നുമല്ല. ഇത് എപ്പോഴും ഇവിടെ കിടപ്പാണ്. പ്രത്യേകിച്ച് ചൂടായത് പിന്നെ ഇവിടെ പുറത്ത് എപ്പോഴും ഇവിടെ നോക്കി. ഇതാകുമ്പോൾ പെട്ടെന്ന് പുറത്തോട്ട് ആരിലൊക്കെ പോകുമ്പോഴത്തേക്കും ചാടി തള്ളി പോവാലോ. ആലു നിന്നെയാണ് സൂക്ഷിക്കേണ്ടത്. ഇപ്പൊ എന്തൊക്കെ വേർഡ്സ് പറയുന്നറിയോ? ഡാഡ ആദ്യം പറഞ്ഞ അപ്പൂപ്പാന്ന്, അച്ഛനെ അപ്പൂപ്പാന്ന് വിളിച്ചു. അച്ഛൻ ഇഡലി അച്ഛനോട് വലിയ സ്നേഹം അപ്പൂപ്പാന്ന്. ആലു അതാദ്യമേ അറിയാലോ. പിന്നെ ഇച്ചൂട്ടം വിളിച്ചു, അമ്മാന്ന് വിളിക്കും. പിന്നെ ഇപ്പൊ അമ്മമ്മന്ന് വിളിച്ചു. ഇത് കൊറേ വട്ടം അമ്മ വീഡിയോ കോളിൽ അമ്മയ്ക്ക് സന്തോഷമായിരിക്കുകയാണ്. അപ്പൊ ശരി എല്ലാരും. സോ ഗൈസ് ടാറ്റാ എന്ന് പറ. ടാറ്റാ 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 പറ. ടാറ്റാ. ഹൈഫൈ തരാവോ? ഹൈഫൈ. ഇച്ചോ നല്ല മിടുക്കി കുട്ടിയായിരിക്കണം കേട്ടോ. സർജറി ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മിടുക്കി കുട്ടിയായിട്ട് തന്നെ തിരിച്ചു വരണം കേട്ടോ. നിനക്ക് ഇഷ്ടമുള്ള എല്ലാം അച്ഛൻ ഇവിടെ ഒഴുക്കും. നിനക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ല ഓടി അവിടെ നിന്ന്. ഞാൻ എന്റെ കൊച്ചിന് എന്തൊക്കെ കൊടുക്കുമെന്ന് എനിക്കറിയാം. ബീഫും ചിക്കനൊക്കെ ഞാൻ ഒഴുക്കും. എവിടെ ആലി? അപ്പം ഒരു കാര്യം കൂടി, കുറച്ചു പേർക്കെങ്കിലും ഒരു തോന്നുന്നുണ്ടായിരിക്കും അപ്പൊ ഈ സർജറിന്റെ ആവശ്യമുണ്ടോ, ലൈക്ക് അവളെ ഒരു വട്ടെങ്കിലും അമ്മ ആവട്ടെ എന്നൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഓൾറെഡി ജനറ്റിക് ആണെന്ന് തോന്നുന്നു. അവൾക്കൊരു സ്കിൻ ഡിസീസ് ഉണ്ട്, ചെവിയുടെ അകത്തൊരു എന്തോ കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ. അപ്പൊ ചെവിയുടെ ഇൻഫെക്ഷൻ അല്ല, അത് സ്കിന്നിന്റെ ആണ്. അപ്പം നമ്മളിപ്പോ ഇവിടെ ബ്രീഡ് ചെയ്ത് കഴിഞ്ഞ് ഉണ്ടാകുന്ന കുട്ടികൾക്ക് അതുണ്ടാവും. പിന്നെ നാളെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അവളുടെ ഹെയർസ് മുഴുവൻ പോയിട്ടാണ് നമുക്ക് അവളെ കിട്ടുന്നത്. അപ്പം നമ്മൾ വളർത്തി, എല്ലാരും വളർത്തില്ല എന്നല്ല, പക്ഷെ കുറെ പേര് റോഡിൽ കൊണ്ടുവന്ന് തള്ളു. അപ്പൊ നമ്മൾ കാരണം നമ്മുടെ കുഞ്ഞ് ഒരിക്കലും റോഡിൽ നടക്കാൻ അല്ലെങ്കിൽ അതിനൊരു അസുഖം വന്ന് അങ്ങനെ വീഴുന്നതൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും വയ്യ. സോ നമ്മൾ കംപ്ലീറ്റ്ലി ബ്രീഡിങ് വേണ്ടാന്ന് തന്നെ വിചാരിച്ചു. അതിന്ന് കിട്ടുന്ന ലാഭം, ഞങ്ങളെ കൊച്ചിന്റെ ഇതിന്ന് കിട്ടുന്ന ലാഭം ഞങ്ങൾക്ക് വേണ്ട. പിന്നെ അവളുടെ ആഗ്രഹം, ഇത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ്. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പരിഹരിക്കപ്പെടും. അമ്മ ആവാന്നുള്ളത് പറ്റില്ല. അല്ലാതെ സെക്ഷൽ ഡിസൈൻസ് ഒക്കെ എല്ലാ മനുഷ്യർക്കും എല്ലാ ജീവികൾക്കും ഉള്ളതായിരിക്കും. അതൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും ഒക്കെ പരിഹരിക്കപ്പെടാൻ നോക്കാം. അവളെ വേറൊരു മെയിൽ ഡോഗിന്റെ അടുത്ത് കൊണ്ടുപോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇപ്പൊ അയ്യോ ഇപ്പൊ 3 മക്കളെ തന്നെ മൂന്ന് മക്കളും ഞങ്ങളും തന്നെ കൂടുതലാ. അതിനെന്ത് നമ്മുടെ ആലിബ്രോ ഇല്ലേ? അപ്പൊ വൈകുന്നേരം തുടങ്ങി. അപ്പൊ ടാറ്റ. ബാക്കി കാര്യങ്ങൾ നമ്മൾ അപ്പൊ അപ്ഡേറ്റ് ചെയ്യാം. ബൈ ബൈ, ടാറ്റാ. എവിടെ സുവാലി എവിടെ? ടാറ്റ പറഞ്ഞേ. ടാറ്റാ.